നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ, ബിരിയാണിയുടെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ് ചിക്കൻ ഫ്രൈ ആട്ടോ. ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 2 പീസ് ബ്രസ്റ്റ് പീസ് ആട്ടോ എടുത്തേക്കുന്നത്. അതാകുമ്പോൾ ഒട്ടും എല്ലുണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലൊക്കെ കളഞ്ഞ് ചിക്കൻ ഞാൻ ഇതുപോലെ നല്ല നീളത്തിലാണ്, ഒരുപാട് കട്ടിയൊന്നുമല്ല കേട്ടോ, ചെറിയൊരു ഫിംഗർ ടിപ്പ്, ആ ഫിംഗറിൻ്റെ ആ ഒരു വണ്ണത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കണത്. അപ്പോൾ ഇതൊന്ന് മാറിനേറ്റ് ചെയ്ത് വയ്ക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ വരെ ചേർക്കാം. അപ്പോൾ നല്ല കളറൊക്കെ കിട്ടുമല്ലോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് എന്താണെന്നറിയോ, ഒരു 1/2 ടീസ്പൂണിൻ്റെയും 1/4 ടീസ്പൂണിൻ്റെയും ഇടയ്ക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ സ്പൈസി ആയിട്ട് ആവശ്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടെ അളവ് കൂട്ടാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിൽ ചിക്കൻ വേഗം ഒന്ന് വെന്ത് കിട്ടാനും അതുപോലെ തന്നെ വെന്ത് കിട്ടുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കാനും വേണ്ടിയിട്ട് ഞാനൊരു പകുതി നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ സോയാ സോസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കുമല്ലോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് കോൺഫ്ലോറാണ്. അപ്പോൾ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ ബ്രെഡ് ക്രംസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കോട്ടിങ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ഇനിയും കൂടുതൽ ചേർക്കാവുന്നേ ഉള്ളൂ. ബ്രെഡ് ക്രംസ് ചേർക്കണോണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇനി കോൺഫ്ലോർ അത്രയും മതിയാവും, 2 ടീസ്പൂൺ അളവിൽ ചേർത്തത് മതിയാവും കേട്ടോ. കോൺഫ്ലോർ അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി. അപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് കുറച്ചുകൂടെ എനിക്ക് ബ്രെഡ് ക്രംസ് ഇട്ടാൽ കൊള്ളാമെന്ന് തോന്നി, ഒരു കോട്ടിങ് കിട്ടാത്ത പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ അളവിൽ ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഒരു അരമണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പുറത്ത് വെക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ച് കിട്ടും. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് 1/4 ഭാഗത്തോളം മുങ്ങി കിടക്കുന്ന ആ ഒരു രീതിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. കാരണം നമ്മൾ റോ ആയിട്ടുള്ള ചിക്കനല്ലേ കുക്ക് ചെയ്യുന്നത്, അപ്പോൾ അത്യാവശ്യം നല്ല വേവ് ഉണ്ടാവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് റോൾ ചെയ്ത് കൊടുത്തേക്കുക. അതാകുമ്പോൾ എല്ലാ സൈഡിലും ഒരുപോലെ നല്ല കുക്കായി കിട്ടിക്കോളും. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഓരോന്ന് ഇടുമ്പോൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒറ്റ ഇതായിട്ട് ഫ്രൈ ആയി പോവും. അതുകൊണ്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടേക്കാം. കുറച്ച് അങ്ങോട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കുഴപ്പമില്ല, ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, തമ്മിൽ ഒട്ടിപ്പിടിക്കില്ലല്ലോ. അപ്പോൾ ഈ ഒരു പരിവായപ്പോഴത്തേക്കും ഞാനിതൊന്നും എണ്ണയിൽ നിന്ന് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്, ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. തീർച്ചയായിട്ടും ബിരിയാണിയുടെയൊക്കെ കൂടെ ഒന്ന് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിക്കനൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ അതുമല്ല പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന, ഒരുപാട് സമയമൊന്നും വേണ്ട. ബോൺലെസ് പീസാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഇഷ്ടമാവും. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മൾ ഇത്രയും ചെറിയ പീസാണ് എടുത്തേക്കണമെങ്കിൽ ഒരു സോഫ്റ്റ് ടെക്സ്ചറൊന്നുമല്ല. കോൺഫ്ലോർ അല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഒരു ചെറിയൊരു ക്രിസ്പി ടെക്സ്ചറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മളുടെ ഈ പേജിൽ എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.